ഇപ്പോൾ എല്ലാ മലയാളികളും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ശരിക്കും വീണ വിജയൻ ജയിലിലാകുമോ? അതോ പതിവ് പോലെ രാഷ്ട്രീയക്കാരാണ് അവരെല്ലാവരും ഒത്തുചേർന്ന് ഒരു കോംപ്രമൈസ് ആക്കുകയും ഇത് ആദ്യമൊക്കെ ഒരു ഹൈപ്പൊക്കെ ഉണ്ടായിട്ട് പിന്നീട് പതുക്കെ ഇതങ്ങ് തണുത്ത് പോകുമോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവർ അധികാരത്തിലെത്തിയ കാലത്ത് മുതലേ തന്നെ ഉയരുന്ന ഒരു ചോദ്യമാണ്. ഇവരെല്ലാം കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ആൾക്കാരാണല്ലോ, മറ്റവരെ പോലെ അല്ല. ഉം. അപ്പം ഇവർക്കെതിരെ അന്ന് ഉയർന്ന ആരോപണങ്ങളൊക്കെ തന്നെ, അതായത് പിണറായി വിജയനും കുടുംബത്തിനൊക്കെ എതിരെ ഉയർന്ന ആരോപണമൊക്കെ അവസാനം ആവിയായി പോകുമോ എന്ന് പലരും സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യും. പക്ഷേ എന്ത് കാരണത്താൽ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. കാരണം ഇത് മണി ലോണ്ടറിങ് എന്നുള്ള ഉം. ഒരു വ്യവസ്ഥയാണ് ഇതിനകത്ത്. ഇ ഡി തന്നെ പറയുന്നുണ്ട്. അതെ. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ്. ഇതിനകത്ത് സത്യത്തിൽ കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്നത് കർത്തയല്ലേ? ആണ്. ശശിധരൻ കർത്തയാണ് കള്ളപ്പണം. അയാളെ കൈ വന്ന പണം ഇവർക്ക് എല്ലാവർക്കും കൂടെ അയാൾ വീതിച്ചു കൊടുക്കും. അതെ. അപ്പോൾ അയാൾ വീതിച്ചു കൊടുത്തിരിക്കുന്ന ആ പണം കൈപ്പറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതും ബാങ്കിലൂടെയാണ് കൈപ്പറ്റി. ആ കൈപ്പറ്റി അതിന് GST അടച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റു പലരും ക്യാഷായിട്ടാണ് വാങ്ങിയത്. അതെ. ഇവിടെ വീണ ആകട്ടെ അത് ബാങ്ക് വഴി വാങ്ങി അപ്പോൾ ഈ GST. കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ പരിധിയിൽ വീണ വിജയൻ അകത്ത് പോകുമോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഏത് രീതിയിൽ പോകുമെന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയൊന്നുമില്ല. പിന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അതാണ് നടന്നിട്ടുള്ളത്. ആ കേസിൻ്റെ എല്ലാം ഇപ്പം കോടതിയിൽ നിലനിൽക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിൽ വേറൊരു വിഷയമുള്ളത്, ഇത് ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരാളിൻ്റെ മകൾ, പ്രത്യേകിച്ച് വേറെ ഒരു പരിപാടിയില്ലാതെ തൊഴിലും ഇല്ലാതെ ഇമാതിരി ഇത്രയും പണം ഓരോടത്തുനിന്ന് സ്വീകരിച്ചു എന്നുള്ളത് അഴിമതി നിരോധനത്തിൻ്റെ ഭാഗമാണ്. അതെ, അങ്ങനെ വരുമ്പോൾ പിണറായി വിജയനും അങ്ങനെ ഇതിനകത്ത് പ്രതിയാവും. അപ്പം ആ ഒരു വഴിയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ആ ഒരു വഴി ഇപ്പോഴും തുറന്നു കിടക്കുക. ഒരു സേവനവും ചെയ്യാതെ പിണറായി വിജയൻ്റെ മകൾ 2.78 കോടി രൂപ അവിടെ നിന്ന് മാത്രം വാങ്ങി. നമ്മൾ വേറെ ഒത്തിരി ഉണ്ട്. വേറെ ഒരുപാട് കമ്പനികളിൽ നിന്ന് ഇവർ പൈസ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ കമ്പനിക്ക് ഇതിൻ്റെ സേവനമൊന്നും നൽകിയിട്ടുമില്ല. ഒരു ഒഫീഷ്യൽ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ രീതിയിലാണ് വരാൻ പോകുന്നത്. അതായത് കള്ളപ്പണം വെളുപ്പിക്കലിനേക്കാൾ ഉപരി പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലിരുന്നു കൊണ്ട് പിണറായി വിജയൻ കോഴ വാങ്ങി മകളിലൂടെ എന്നുള്ള ആ ഇതിലേക്കാണ് വരാൻ. അത് മകളിലേക്ക് മാത്രമേ ഉള്ളൂ. ഇനി മകനുണ്ട്, മകനുണ്ട്. വേറെ മകനും മകളും മരുമകനും ഇവരുടെ ഇതിലേക്ക് വന്ന പിന്നെ പണവും ഇതിനകത്ത് വിഷയമാണ്. പിന്നെ ഈ മുഹമ്മദ് റിയാസിൻ്റെ തെരഞ്ഞെടുപ്പ് ചെലവിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ തൈക്കണ്ടിയുടെ വരുമാനം ഓരോ വർഷവും കിട്ടി. 2016 മുതൽ 2020 വരെ ഉള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ എക്സാലോജിക്കിൽ നിന്ന് കിട്ടുന്നതിൻ്റെ എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ജോലിയും ചെയ്യാതെ ഒരാൾക്ക് ഒരു വർഷം 96 ലക്ഷം രൂപ നൽകുകയാണ്. 12 × 8 96 ലക്ഷം രൂപ. അതായത് 5 വീണയ്ക്കും 3 കമ്പനിക്കും. വേറെ ആരും ഇല്ലേ തന്നെ, അതും വീണ തന്നെയാണ്. അത് ഏകാക കമ്പനിയാണ്, പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് ഈ പണം എന്തിന്? നിങ്ങൾ നൽകിയ സേവനം. പിന്നെ കമ്പനിയുടെ മറ്റു ഡീറ്റെയിൽസിനെ കുറിച്ചൊന്നും പുറത്തൊന്നും വന്നിട്ടില്ലല്ലോ. ഈ കമ്പനിയിൽ എത്ര സ്റ്റാഫ് ഉണ്ടെന്നും അവരുടെ വാർഷിക വരുമാനം എത്രയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അന്ന് 1-2 സ്റ്റാഫ് ആദ്യം ഉണ്ടായിരുന്നു പറയപ്പെടുന്നത്. പിന്നീട് അവരൊക്കെ ഡിസ്പോസ് ചെയ്തെന്നാണ് തോന്നുന്നത്, പറഞ്ഞു വിട്ടു. അപ്പോൾ പിന്നെ അപ്പോൾ ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, കമ്പനിക്ക് എന്താണ് ചെലവ്? ഇപ്പോൾ ഇതെന്താണ്? ഒരു കടലാസ് കമ്പനിയാണ്. ഈ പറയുന്ന കള്ളപ്പണം വെളുപ്പിക്കാനാണ് കർത്ത ശ്രമിച്ചത്. പക്ഷേ ഇവർ ശ്രമിച്ചത് കോഴപ്പണം വാങ്ങിക്കാനാണ്. രണ്ടുണ്ട് ഗുണം. അതെ. ഇപ്പോൾ കർത്ത കള്ളപ്പണമാണെങ്കിലും ഒറിജിനൽ പണമാണെങ്കിലും പോലും കൊടുത്തത് കോഴ തന്നെയാണ്. ഏത് രീതിയിൽ നോക്കിയാലും പൊതുപ്രവർത്തക അഴിമതി നിരോധന വകുപ്പ് അനുസരിച്ച് നോക്കുമ്പോൾ അഴിമതി നടന്നിരിക്കുന്നു. ഇവിടെ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. മാത്രമല്ല ED കഴിഞ്ഞ ദിവസത്തെ പ്രസ് റിലീസ് നമ്മൾ കണ്ടതുമാണ്. കോഴപ്പണം എന്ന കൈക്കൂലി പണം തന്നെ എന്നാണ് അവർ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇക്കാര്യം. അതല്ലാതെ പിന്നെ വീണ വിജയൻ എന്തിനാണ് അവർ പൈസ കൊടുക്കേണ്ടത്? പിന്നെ ഈ കമ്പനിയുടെ സേവനവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനും നടന്നിട്ടില്ല. അതായത് കമ്പനികൾ തമ്മിൽ ഇപ്പോൾ കരാർ എടുത്തിരിക്കുകയാണ്. ഇപ്പം എക്സാലോജിക്ക് CMRLൻ്റെ അറ്റകുറ്റപ്പണിക്ക് അല്ലെ മെയിൻ്റനൻസിന് AMC എടുത്തിരിക്കുന്നു. ഈ AMC എടുത്തിരിക്കുന്ന ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റാണ്. അപ്പോൾ ഇത് എടുത്തിരിക്കുന്ന ഈ കോൺട്രാക്റ്റിൽ പറയുന്ന പ്രകാരം എന്തൊക്കെ ഇവർ ചെയ്തു, എന്തൊക്കെ അതിനെന്തൊക്കെ എന്ന് ആര് ആവശ്യപ്പെട്ടിട്ട് ചെയ്തു? ഇപ്പം ചുമ്മാതെ ഒരാൾ, ഇപ്പം നമ്മളൊരു കമ്പനിയുമായിട്ട് AMC എടുക്കുന്നു. നമ്മളൊരു സംഭവം വാങ്ങി നമ്മൾ അവരുമായിട്ട് ഒരു AMC എടുക്കുന്നു. ഒരു വർഷത്തെ AMC, അതാത് വർഷം പുതുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഇത്ര രൂപയായിരിക്കും തരുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന AMCയിൽ
നമുക്ക് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ വരും. ഈ AMCയിൽ ഒന്നുകിൽ ഞങ്ങൾ AMC അടച്ചിട്ടുണ്ട്, ഈ വർഷം ഞങ്ങൾക്ക് നിങ്ങളുടെ സേവനം ആവശ്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സേവനം തരൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. പിന്നെ നമ്മൾ സാധാരണമായി പഠിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന AMC വർഷത്തിലൊന്നാണ്. എല്ലാം അങ്ങനെ ആനുവൽ മെയിൻ്റനൻസ് ആണ് തന്നെയാണല്ലോ. അതെ, മാസം തോറും AMC കൊടുക്കുന്ന ഒരു കമ്പനിയെ നമ്മൾ ആദ്യമായിട്ട് കാണും. അല്ല, മാത്രമല്ല ഇതിൽ പിന്നെ പ്രധാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വേറെ ചില വിദ്വാന്മാർ ഇത്തരത്തിൽ കമ്പനികൾ പലതും നടത്തി പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. പക്ഷേ അവർ കൃത്യമായി ഇമെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അയച്ചത് അവർ സേഫ് ആക്കിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കമ്മ്യൂണിക്കേഷനകത്താണ് അത്, അവിടെയാണ് അത് ഇല്ലാത്തത്. അത് അതന്നെ. അപ്പോഴും വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് എക്സാലോജിക് എന്ന് പറയുന്ന വീണയുടെ കമ്പനി, വെറുതെ ഇരിക്കുന്ന വീണയ്ക്ക് ഇതുപോലെ പണം ചുമ്മാതെ കൊടുക്കുന്ന, ഒരു സേവനവും ചെയ്യാതെ കൊടുക്കുന്ന ഒരുപാട് കമ്പനികളിൽ ഒന്ന് മാത്രമാണ് ഈ പറയുന്ന ഈ എക്സാലോജിക്. സോറി, അല്ല, CMRL. ആ CMRL. അതുപോലെ വേറെ കമ്പനികളെ കണ്ടു, 9 ലക്ഷം 16 ലക്ഷം. ചില സ്കൂളുകൾ, ചില വൻകിട വിദേശത്ത് ബിസിനസ് നടത്തുന്ന ചില സ്ഥാപനങ്ങൾ, ആളുടെ വിദേശത്ത് കൊണ്ടുവന്ന സ്ഥാപനങ്ങൾ, അതുപോലെ ഈ സാന്റാമോണിക്ക പോലെയുള്ള സ്ഥാപനങ്ങൾ, അവർക്കെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം എന്ത് വേണ്ടി വരുന്നുണ്ട്? ഇതെല്ലാം ശരിക്കും പിണറായിക്ക് കിട്ടിയ മാസപ്പടി ആണ് എന്ന് സംശയിച്ചാൽ അതിനകത്ത് യാതൊരു തെറ്റും പറയാം. ഒരു സേവനം ചെയ്തു കൊടുക്കാതെ വെറുതെ പൈസ വന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാലേ സംശയത്തിന്റെ നിഴൽ തന്നെയാണ് ഇപ്പോഴും വീണ വിജയൻ. മറ്റാരെങ്കിലും ആണെങ്കിൽ ഇതിനകം തന്നെ അകത്തായി പോകുമായിരുന്നു. അപ്പോൾ നിലവിൽ ED കിട്ടിയ രേഖകൾ പ്രകാരം വീണയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത പറയുന്നുണ്ട്. കാരണം ഇതിൻ്റെ സോഴ്സുകൾ പലയിടത്തു നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ വിജിലൻസ് ഇതിനകത്ത് ഇടപെടേണ്ടതാണ്. വിജിലൻസ് അന്വേഷണം ഇതിനെതിരെ വരേണ്ടതാണ്. പക്ഷേ UDF സർക്കാർ വലിയ തന്ത്രപരമായ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേസിനകത്ത്. ശ്രദ്ധിച്ചായിരുന്നു? അതെ, അവരൊന്നിലും പ്രതികരിക്കുന്ന ഒന്നുമില്ല. അവർ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വെറുതെ സാക്ഷിയായി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അവർ ഇന്നിപ്പോൾ 12ാമത്തെ തവണ എങ്ങാണ്ടാണ് മാധ്യമങ്ങൾ VD സതീശൻ കാണുന്നത്. ഒരു വരി VD സതീശൻ മിണ്ടിയിട്ടില്ല. ഇത് ചിരിക്കുന്നേ ഉള്ളൂ. അതേ, ഇതേക്കുറിച്ച് ഒരു വരി മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ട് അദ്ദേഹം മിണ്ടാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതെ, ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്വർണ്ണക്കടത്ത് തൊട്ട് ഇങ്ങോട്ട് ലൈഫ് മിഷൻ കോഴ, സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ കോഴ, ഇത് എല്ലാം വളരെ വ്യക്തമായിട്ട് അട്ടിമറിക്കപ്പെട്ടു. ഈ സ്വർണ്ണക്കടത്തും ലൈഫ് മിഷൻ കോഴയും കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെട്ടാണ് അട്ടിമറിച്ചു കൊടുത്തത്. CPM ആണല്ലോ. ലൈഫ് മിഷൻ കോഴയ്ക്ക് പിന്നാലെ നമ്മൾ അനിലക്കര എന്തുമാത്രം നടന്നതാണ്. ഈ ലൈഫ് മിഷൻ കോഴയിൽ എന്താണ് ശരിക്കും സംഭവിച്ചത്? ലൈഫ് മിഷൻ കോഴയിൽ കേന്ദ്ര ഏജൻസികൾ എത്തുന്നു എന്ന വിവരം അറിഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവർ അതിവേഗം രേഖകൾ മുഴുവൻ കൈക്കുക. ആ രേഖയിലുണ്ട് മൊത്തം കോഴയുടെയും കണക്ക്. മൊത്തം കോഴയാണ്. കാരണം റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്നത് ഗൾഫിലുള്ള ഒരു സംഘടനയാണ്. അതെ, അത് സർക്കാർ സംഘടനയല്ല. അവിടെ നിന്നാണ് സർക്കാർ പണം വാങ്ങിച്ച് വീട് സന്നദ്ധ സംഘടനയാണ്. സന്നദ്ധ സംഘടനയിൽ സർക്കാർ പണം വാങ്ങിക്കുക. അതിനൊന്നും കൃത്യമായ കണക്കുകളില്ല ഇതിനൊന്നും തന്നെ. ഈ കെട്ടിടം വെച്ചത് തന്നെ കണ്ടില്ലേ, അതിൻ്റെ അവസ്ഥ അല്ലേ പല കെട്ടിടങ്ങളുടെ. ഇതിനകത്തെ കോഴ കൃത്യമായ തെളിവ് ഉണ്ടായിരുന്നു. അത് മുഴുവൻ വിജിലൻസിനെ ഉപയോഗിച്ച് കേന്ദ്ര ഏജൻസികൾ എത്തുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാർ കൈവശപ്പെടുത്തിയ ശേഷം അത് മാനിപ്പുലേറ്റ് ചെയ്തു. ആ രേഖകൾ ഇതുവരെ കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അതിനെക്കുറിച്ചൊരു വ്യക്തത ഇല്ല. പക്ഷേ ഇവർ നടത്തിക്കൊണ്ട് വന്ന നമ്പർ 1 കൊള്ളക്കാരായിരുന്നു ഈ 10 വർഷം കേരളം ഭരിച്ചത്. എല്ലാ ഉദ്യോഗസ്ഥർക്കും അറിയാം. ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥർക്കറിയാം, വിജിലൻസ് ജോലി ചെയ്തവർക്കറിയാം, ക്രൈംബ്രാഞ്ച് ജോലി ചെയ്തവർക്കറിയാം, അതുപോലെ ഓരോ വകുപ്പുകളിൽ ജോലി ചെയ്തവർ എല്ലാവരും അവനവൻ്റെ സുരക്ഷ നോക്കി, അവൻ്റെ കുടുംബത്തെ നോക്കി. അതുകൊണ്ട് ആരും ചിന്തിച്ചില്ല, അല്ലെങ്കിൽ ഇടപെടാൻ പോയില്ല, ഉള്ളത് പങ്ക് വാങ്ങിച്ചു. അതാണ് സംഭവിച്ചത്. അങ്ങനെ ഏറ്റവും കൂടുതൽ കൊള്ള നടന്ന 10 വർഷം ഈ വീണ വിജയൻ്റെ സ്വകാര്യ മൊബൈൽ ഫോൺ ED കൊണ്ടുവന്ന് പറയുന്നു. ആ ഒരൊറ്റ മൊബൈൽ ഫോൺ മതി കാര്യങ്ങൾ മുഴുവൻ അത് ഡീകോഡ് ചെയ്തെടുക്കാൻ. അല്ല, അതിനകത്തൊരു കാര്യമുള്ളത്, ഇതൊക്കെ എന്നേ മാറ്റിയിട്ടുണ്ട്. അല്ല, അതല്ലേ പറഞ്ഞ, ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ബാങ്ക് അക്കൗണ്ട്, ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾക്ക് ഇന്നത്തെ കാലത്ത് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിൽ മൊബൈൽ നമ്പർ എന്നുള്ള പ്രധാന ഘടകമാണല്ലോ. അപ്പം അങ്ങനെ മാറ്റാം. അതൊന്നും കാണില്ല, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ് നേരത്തെ. അതൊക്കെ അവർ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇത് വഴി ഏതൊക്കെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നുള്ള അവർക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഇനി മറ്റൊന്ന്, വീണ വിജയനെ ഇനി ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഇവർ പ്രൊട്ടക്ഷൻ കൊടുക്കും, അണികൾ. ഇനി എത്ര പേര് പ്രൊട്ടക്ഷന് വരുമെന്ന് നമുക്ക് കണ്ടറിയണം. ഇനി ഇത് മെനിഞ്ഞാന്ന് നടന്ന പോലത്തെ പ്രൊട്ടക്ഷൻ ആരും നടത്തില്ല. കാരണം അത് വശക്കേടാണെന്നുള്ള സത്യം പിന്നീട് വളരെ വൈകി അണികൾക്ക് മനസ്സിലായി. ഇത് തന്നെ എവിടെ നിന്ന് ബലം പ്രയോഗിച്ചാൽ നിർബന്ധിച്ച ഭീഷണിപ്പെടുത്തിയ വിളിച്ചോണമെന്ന് അണികളായിരിക്കാം. അതല്ലാതെ നോർമൽ പ്രവർത്തകരും വന്നില്ല. കാരണം കണ്ണൂർ നമ്മൾ കണ്ടു, രാവിലെ തന്നെ അവിടെ പ്രതിഷേധക്കാരുടെ പുറത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു 10-10:30 11 മണിയൊക്കെ ആയിട്ടാണ് പ്രതിഷേധക്കാർ വന്നത്. അപ്പോൾ ആരെയും കിട്ടാനില്ലാത്തതുകൊണ്ട് എവിടെ നിന്നൊക്കെ പോയി കണി വെച്ച് പിടിച്ചോണ്ട് വന്നേണ്ടത്.
അപ്പോൾ എന്തായാലും വീണ വിജയനെ ജയിലിലടയ്ക്കാനുള്ള ഒരു നീക്കം തന്നെ ഇ ഡിയുടെ ഭാഗത്തുണ്ട്. കാരണം ഇ ഡിയെ പ്രകോപിപ്പിച്ചു, ഇ ഡിക്ക് അത് വിഷയമായിട്ട് മാറി. അങ്ങനെ ഇ ഡിയുടെ ആ ഒരു തിരിച്ചടി ഉടനെ ഉണ്ടാവും. വീണ തായ്ക്കണ്ടിക്കൊപ്പം ഇവിടുത്തെ ധീരരായിട്ടുള്ള പ്രവർത്തകരും അറസ്റ്റ് വരിക്കുമെന്ന് തോന്നുന്നു. അതിലൊക്കെ രസമൊന്ന് ആലോചിച്ച് വേണം. 18 പേരെയാണിപ്പോൾ പിടിച്ചകത്തിട്ടിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ്? വീണയ്ക്ക് വേണ്ടി, പിണറായി വിജയന്റെ മോക്ക് വേണ്ടി. വല്ല അതാണ് പ്രയോജനം ഇവർക്കുണ്ടോ? നമ്മൾ കെ പി പൊതുവാൾ പറഞ്ഞില്ലേ, വരൂ എന്നെ രക്ഷിക്കൂ, എന്നെ എൻ്റെ മകളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ കെ പി പൊതുവാളാണ്. കെ പി പൊതുവാളിന്റെ പുതിയ അവതാരമായി പിണറായി മാറി. ജീവൻ കൊടുത്ത് എന്നെ രക്ഷിക്കൂ. എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ തായ്ക്കണ്ടി അകത്ത് പോകണം. വീണ തായ്ക്കണ്ടിക്കൊപ്പം അറസ്റ്റ് വരിക്കാൻ തയ്യാറായ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. ഇവന്മാരെയും പിടിച്ച് അകത്തിട്ടേക്കുക. വേറെ മാർഗമൊന്നുമില്ല.